തിരക്ക് കുറഞ്ഞ സമയം നോക്കി ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച തൃശ്ശൂർ പൂരമായിട്ട് എക്സിബിഷന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ എക്സിബിഷന് പോയപ്പോൾ ആദ്യം തന്നെ കണ്ടത് ബെഡ്ഷീറ്റ്, പില്ലോ കവേഴ്സിൻ്റെ ഒക്കെ ഒരു സ്റ്റാളായിരുന്നു. അത് ആസ് യൂഷ്വൽ അവർ തന്നെയാണ് അവിടെ സ്ഥലം പിടിക്കാറുള്ളത്. അവർ തന്നെ അവിടെ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ, കിച്ചണായിട്ട് ബന്ധപ്പെട്ട ഐറ്റംസ്, പ്ലേറ്റ്, ഗ്ലാസ്, മഗ്ഗുകൾ, പിന്നെ ഫിൽറ്റേഴ്സ്, ഫോൺ സ്റ്റാൻഡ് ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് സ്കൂളിലേക്കായിട്ട് ബോട്ടിൽസ്, ലഞ്ച് ബോക്സ്, പിന്നെ കറി വയ്ക്കുന്ന ബോക്സുകളൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, വള, മാല, കമ്മൽ, വാച്ചുകൾ, ക്യാപ്പുകളൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് ഈ ഒരു വാച്ച് മാത്രം ഇഷ്ടപ്പെട്ടു. മരത്തിൻ്റെ വിവിധ തരത്തിലുള്ള കൈലുകളും അതുപോലെ തന്നെ കട്ടിംഗ് ബോർഡും പിന്നെ ട്രേകളൊക്കെ പുതിയ മോഡൽസ് ആയിട്ട് വന്നിട്ടുണ്ട്. സെറാമിക് ഗ്ലാസുകളുടെ പുതിയ മോഡൽസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അര ഡസന് 150 രൂപയാണ് 150 പ്രൈസ് വരുന്നത്. പിന്നെ ഭരണികൾ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഡ്രസ്സുകൾ, വള, മാല, കമ്മൽ, സ്ലൈഡുകൾ, പഴയകാല മിഠായികൾ. അടുത്തതായി ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൈറ്റ്സിൻ്റെ സ്ഥലത്തിലേക്കാണ് വന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ഞങ്ങൾ മാല ബൾബൊക്കെ ഇട്ടുകൊണ്ട് അടിപൊളിയായിരുന്നു കാണാൻ. യാത്രയായിട്ട് പോയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ യന്ത്രൂഞ്ഞാലിലൊക്കെ കയറി കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് യന്ത്രൂഞ്ഞാലിൽ കയറുന്നത്. നല്ല അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര സ്പീഡായിട്ടാണ്. ആദ്യമൊക്കെ കുറച്ച് സ്ലോ ആയിരുന്നു. പിന്നെ വന്നപ്പോൾ പിന്നെ നല്ല സ്പീഡായി. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ എഡ്രിക്ക് ജമ്പിങ് റൈഡിലാണ് കയറിയത്. അപ്പോൾ അവന് ജമ്പിങ് റൈഡിൽ മാത്രമേ ഇഷ്ടമുള്ളൂ. അവനത് കയറാനേ മാത്രമേ ഇഷ്ടമുള്ളൂ. കുറേ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവനെല്ലാം കൂടെ അടിപൊളി ജോളി ചെയ്തു. പിന്നെ നടന്ന് വയ്യാണ്ടായിട്ട് ആകെ ഒരു ഇതായിരുന്നു. പിന്നെ എഡ്രിക്കും ഈ ഒരു ചെറിയൊരു ജമ്പിങ് റൈഡിലും കയറി കേട്ടോ. കുട്ടികളായ ബോളൊക്കെ ഇട്ട് കളിച്ച് ഞങ്ങൾ രാത്രിയാണ് പോയത്. അതുകൊണ്ട് ചൂടിനൊക്കെ കുറവുണ്ടായിരുന്നു. പിന്നെ ലൈറ്റുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഈ ഫോട്ടോയിൽ ഞങ്ങളായിരുന്നു കേട്ടോ. ഞാനും പപ്പയാണ് കാണുന്നത്. ഞാൻ ടാറ്റ കൊടുക്കുന്നതും പപ്പ അവിടെ ഇരിക്കുന്നതും. പിന്നെ അടുത്തത് ഇത് ഞങ്ങൾ ഫോട്ടോ എടുത്തതാണ് കേട്ടോ.